നമ്മൾ പാലക്കാട് നിന്ന് വരുന്നു. ഇങ്ങനെ ചെയ്യണവർക്ക് ചെയ്യണ്ടെന്ന് പറയാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ സുഖമൊന്നും കിട്ടാനില്ല. ആരോഗ്യത്തിന് കേടാന്നുള്ളൂ. ഞാൻ ട്രിപ്പ് വന്ന് എൻജോയ് ചെയ്യുക, അല്ലാതെ അതൊക്കെ അല്ലേ ലൈഫ്. വെറുതെ സിഗരറ്റ് കഞ്ചാവൊക്കെ അടിച്ച് നമ്മുടെ ബോഡിക്കും കേടാണ്. ശരീരം നന്നാക്കുക, ഫുഡ് കഴിക്കുക. ഇപ്പോഴത്തെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവും? നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അവരെന്നെ വിചാരിക്കണം അവർക്ക് പറയേണ്ടവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കഴിവ് നമ്മളെ ലഹരിക്ക് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കേരള പോലീസിൻ്റെ യോദ്ധാവ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. യോദ്ധാവ്, ഈ യോദ്ധാവിൻ്റെ നമ്പരായത് ഇതുണ്ടോ, യോദ്ധാവിൻ്റെ നമ്പരായി കാണുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ ഇപ്പോൾ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമുക്ക് അവരെ എങ്ങനെ പിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടാവും, പേടിയുണ്ടാവും. അപ്പോൾ ആ പേടി മാറുന്നതിന് വേണ്ടി കേരള പോലീസ് ആസൂത്രണം ചെയ്തതാണ് ഈ യോദ്ധാവ് എന്നുള്ള നമ്പർ. അപ്പോൾ ആ നമ്പറിൽ നമ്മൾ വിളിച്ച് അറിയിക്കുകയാണെങ്കിൽ വിളിക്കുന്ന ആൾ ആരാണെന്ന് അറിയാതെ തന്നെ പിന്നെ പ്രതികളെ പിടിച്ച് പോലീസ് ജയിലിൽ അടയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേരള പോലീസ് ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഓരോ ആൾക്കാരും യോദ്ധാവുക, നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതിനകത്ത് ഉപരിയായിട്ട് മറ്റുള്ള ഇത് ഉപയോഗിക്കുന്നത് തടയാനും കൂടെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ.